ഹായ് നമസ്കാരം. ഞാൻ ചാത്തനുക്കാരൻ ചങ്ങാതി സുധി കോതേരി. ഇന്ന് എൻ്റെ പെങ്ങളെ വീടിൻ്റെ പാലുകാച്ചാണ്. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കുറേ നാളിന് ശേഷം ചെയ്യുന്നത്. കാരണം കൂടുതലും ഞാനിപ്പോൾ ചെയ്യുന്നത് ഷോർട്സ് വീഡിയോസാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ എന്തായാലും ഓച്ചറയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇവിടെ വരാമെന്നിപ്പോൾ ഒരു വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് എന്തായാലും അവർ വിളക്കത്തിച്ച് കയറി. ഇത് ഹാളാണ്. ഇന്ത്യയിൽ വർക്കൊക്കെ നല്ല കിടിലുമാണ്. നമ്മളെ അളിയൻ തന്നെ ചെയ്തതാണ്. ഇത് മറ്റൊരു റൂം, അതും നല്ല സെറ്റപ്പ് ചെയ്ത് ബാത്റൂം, അതിനകത്ത് കണ്ട റൂം, ഇത് അടുക്കള, ഈ വരുന്ന കുഞ്ഞമ്മ. എല്ലാം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഇതാണ് അളിയൻ, സായി എന്ന പേര്, പെങ്ങളെ ഹസ്ബൻഡാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പാലുകാച്ചിൻ്റെ ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് എല്ലാവരും. അതിൻ്റെ എന്താ പറയുക, ഗണപതി ഒരുക്കും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീടെന്ന് പറയുന്ന എല്ലാവരുടെയും സ്വപ്നമാണ്. എന്തായാലും അവളുടെ ആഗ്രഹം എന്തായാലും സഫലമായി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടൊരു വീടൊക്കെ റെഡിയായി. എന്തായാലും ആ പാലുകാച്ചിൻ്റെ ഒരു സന്തോഷത്തിലാണ്, ഒരു വീട് കിട്ടിയതിൻ്റെയും പാലുകാച്ചിൻ്റെ ഒക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു സന്തോഷത്തിലാണ്. എന്തായാലും ഗണപതി ഒരുക്കും കാര്യങ്ങളൊക്കെ റെഡിയായി. നമ്മൾ പിന്നെ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ച് ഇനി നമുക്കെന്ന് വെച്ചാൽ പാല് കാച്ചാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ കലം എന്തായാലും വെച്ച് ഇനി അതിൻ്റെ 3 സൈഡിലായിട്ട് കർപ്പൂരം വയ്ക്കും. ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഈ രീതിയാണ്, നമ്മളവിടെ ഈ രീതിയാണ്. ഇതിപ്പോൾ ഓച്ചറയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കർപ്പൂരം വെച്ച് അതിനകത്ത് തിരി കൊളുത്തി, അതുപോലെ എന്താ പറയുക, അടുപ്പ് കത്തിച്ചു. ഇനി നമ്മൾ കലത്തിൽ പാലൊഴിക്കുക, പാല് കാച്ചുക. സാധാരണ നമ്മൾ പാല് ഒക്കെ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, പുറത്ത് തൂക്കാൻ പോണ സമയത്ത്, അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത് തിളച്ച് മറിയും. പക്ഷേ പാല് കാച്ചിയ സമയത്ത് എന്താണെന്ന് അറിയില്ല, ആ സമയത്ത് അതങ്ങോട്ട് തിളയ്ക്കുന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്ത് വീഡിയോസ് അവസാനം ഞാൻ കട്ട് ചെയ്ത് എല്ലാവരും കണ്ട കാത്തിരിക്കുക. ഹായ് അവളെൻ്റെ ഇടയ്ക്ക് കൈ കാണിക്കുന്നു. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമ്മൾ അടുപ്പത്ത് പാല് വെച്ച് ഇത് തിളയ്ക്കുന്ന കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തിളച്ച് മറിയണം. അപ്പോൾ എന്താ പറയുക, നല്ല കയ്യടിയും കുറേ വേടിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ തിളയ്ക്കണം, തിളച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാമെന്നുള്ള ചിന്തയിൽ എല്ലാവരും നിൽക്കുക. എല്ലാവരും കാത്തിരിക്കുക, കലത്തിലോട്ട് നോക്കിയിരിക്കുക, ഇതെന്ത് തിളയ്ക്കാത്ത എന്നുള്ള സെറ്റപ്പിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ അവസാനം എന്തായാലും പാല് തിളച്ച് നേരെ അടുപ്പിലേക്ക് വീണു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും കയ്യടിയും അതുപോലെ എന്താ പറയുക, കൊരവേടിയിലും കാര്യങ്ങളൊക്കെ ആയി. ഇനി അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു പഴം ആദ്യമാണ് ഇടേണ്ടതെന്ന് അറിയാൻ വയ്യ, എങ്കിലും പഴം ഇനി അതിനകത്ത് അരിച്ചിടണം. പിന്നെ 2 പിടി അരി ഇടാനുണ്ടായിരുന്നു, അത് ഇട്ടോന്നറിയില്ല. ഇനിയിപ്പം അത് ഇതിന് ശേഷം ഇടുമെന്നും അറിയില്ല. എന്തായാലും പഴം നമ്മളെന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞിട്ടു. ഈ അടുപ്പ് അണയുന്നതിന് മുന്നേ തന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും നമ്മൾ അടുപ്പിൽ വെക്കണം എന്നുള്ളൊരിതുണ്ട്. അങ്ങനത്തെ ഓരോ ആചാരങ്ങൾ പറയുന്നത് കേട്ട്, എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയത്തില്ലേ. അപ്പോൾ എന്തായാലും പാല് കാച്ച് കാര്യങ്ങൾ കഴിഞ്ഞു. അതിനകത്ത് എന്താ പറയുക, പാലിനകത്ത് തിളച്ച് അടുപ്പിൽ വീണു. എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലൊക്കെ ആയിരുന്നു. അപ്പം പാലിറക്കി വെച്ചു. അതിന് പകരം അടുത്ത ഒരു കലം വെച്ചു, വെള്ളവും വെച്ചു. അത് നമ്മളെന്താ പറയുക, നേരത്തെ ഇനി അരി അതിൻ്റെ കൂടെ ഇടാൻ മറന്നാണെന്ന് അറിയില്ല. എന്തായാലും പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് അരി അതിനകത്തിട്ട് വേവിക്കാനായിട്ട് അടുപ്പിൽ വെക്കുകയും ചെയ്ത്, അതുപോലെ ഗണപതി ഒരുക്കിൽ വെള്ളം കുടഞ്ഞെടുക്കുകയും ചെയ്ത്. അങ്ങനെ